ഓം ശാന്തി. സ്നേഹസാഗര ബാബ പറയുന്നു, ഏതു കുട്ടികളാണോ സദാ ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീനമായിരിക്കുന്നത്, അവർക്ക് ബാബയുടെ ഓരോ വചനവും വളരെയധികം സന്തോഷം നൽകുന്നു. സത്യസ്നേഹി ആത്മാക്കൾക്ക് ബാബയുടെ ശ്രീമതം പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. സദാ ഉണർവിലും ഉത്സാഹത്തിലും ഇരിക്കുന്നു. ബാബ എന്താണോ പറയുന്നത് അത് എനിക്ക് വേണ്ടിയാണ്, എനിക്കത് ചെയ്യണം. സ്നേഹി ആത്മാക്കൾ വിശാല ഹൃദയായി ഓരോ വലിയ കാര്യങ്ങളും ചെറുതായി അനുഭവം ചെയ്യുന്നു. ബാബയുടെ ഓരോ ശ്രീമതവും പാലന ചെയ്യുന്ന സത്യസ്നേഹിയാകുന്നു. ഞാൻ ബാബയുടെ ഈ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഞാൻ എൻ്റെ സത്യസ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. സ്വയം തന്നെ കാണുന്ന ഞാൻ ഒരു ദിവ്യ നക്ഷത്രമാണ്. ബാബയുടെ പരിധിയില്ലാത്ത സ്നേഹിയാണ്. എൻ്റെ ഹൃദയത്തിൽ കേവലം ഒരു ബാബയുടെ പ്രതി അതിയായ സ്നേഹമാണ്. ഞാൻ ബാബയുടെ സ്നേഹത്തിൽ സമാവേശമായിരിക്കുന്നു, ലവ്ലീനായിരിക്കുന്നു. ഓരോ വചനവും അമൃതുപോലെ മധുരമായിരിക്കുന്നു. ഞാൻ നിരന്തരം ഈ സ്മൃതിയിലാണ്. ബാബ എന്താണോ പറയുന്നത് അതെനിക്ക് വേണ്ടിയാണ്, എനിക്കു തന്നെ ചെയ്യണം. സ്നേഹത്തിൽ സമാവേശമായി ഓരോ ശ്രീമതത്തിൻ്റെയും പാലന ചെയ്യുന്നു. മനസ്സിൽ യാതൊരു ചോദ്യവുമില്ല, സംശയവുമില്ല. എൻ്റെ ഹൃദയം പരമാത്മ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു, സ്നേഹത്തിൽ മുങ്ങിയിരിക്കുന്നു. എത്രയോ നിശ്ചിന്തത അനുഭവമാകുന്നു. ഈ അനുഭൂതിയിൽ ഞാൻ ആത്മാ ബാബയുടെ സ്നേഹിയായി ലവ്ലീനമായിരിക്കുന്നു. കേവലം ഒരു ബാബയും ഞാനും മാത്രം. ബാബയുടെ നിർദ്ദേശമാണ് ഓരോ ചുവടും ശ്രീമതമനുസരിച്ച് നടക്കണം. ബാപ്പുദാദ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. ബ്രഹ്മാവിൻ്റെ നിശ്ചയത്തിൻ്റെയും ഉത്തരവാദിത്വം ശിവബാബയ്ക്കാണ്. ബാബ വന്ന് സ്വയം തൻ്റെ തിരിച്ചറിവ് നൽകുന്നു. സംഗമത്തിൽ ഒരു പ്രാവശ്യം മാത്രം ബാബ വന്ന് പറഞ്ഞു തരുന്നു. കൽപ്പത്തിനു ശേഷം വീണ്ടും വരും. വന്ന് മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകുന്നു.
പതിതമായി മാറിയ ആത്മാക്കളെ പാവനമാക്കുന്നു. ഈ കാര്യം എല്ലാവരും മറന്നുപോയി. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ബാബ രാജയോഗം പഠിപ്പിച്ച് പ്രാലബ്ധം നേടിത്തരുന്നു. ബാബ പുതിയ പുതിയ പോയിന്റുകൾ സഹജമായി മനസ്സിലാക്കി തരുന്നു. ഞാൻ ധാരണ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. ഓരോ ചുവടും ഞാൻ ശ്രീമത പ്രകാരം നടന്ന് ധാരണയിൽ മുഴുകിയിരിക്കുന്നു. ശ്രീമതം ലഭിക്കുന്നത് ബ്രഹ്മാവിലൂടെയാണ്. എന്ത് തന്നെ ആയാലും ബാബ ഉത്തരവാദിത്വമെടുക്കുന്നു. ശിവബാബ മംഗളകാരിയാണ്. ബാബ പറയുന്നു, ശ്രീമതത്തിൽ നിശ്ചയം വെക്കുകയാണെങ്കിൽ ബാബ ഉത്തരവാദിയാണ്. പൂർണ്ണമായ നിശ്ചയത്തിൽ കർമാതീത അവസ്ഥയുണ്ടാകും. ശിവബാബയുടെ ഓർമ്മയിലിരുന്ന് കർമ്മം ചെയ്യുന്നു. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അതിൽ ശ്രദ്ധ വെക്കുന്നു. ബാബ രാജ്യഭാഗ്യം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. ബാബ ജ്ഞാനധനത്താൽ ഇപ്പോൾ എൻ്റെ ബുദ്ധിയാകുന്ന സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിവേകശാലിയായി സത്യമായ സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. ഉത്തരവാദി ഒരു ശിവബാബയാണ്. അതിനാൽ ശ്രീമതത്തിൽ സംശയമില്ല. നിശ്ചയത്തിൽ ഉറച്ചിരിക്കുന്നു. വിചാരസാഗര മഥനം ചെയ്ത് ബാബയുടെ ഓരോ ശിക്ഷണത്തിലും ശ്രദ്ധ വെക്കുന്നു. സ്വയം ധാരണ ചെയ്ത് മറ്റുള്ളവരെയും കേൾപ്പിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ അനാദി ആദി ബീജസ്വരൂപം തിരിച്ചറിയുന്ന സമ്പൂർണ്ണ പവിത്രരാകൂ. ആരെ കാണുമ്പോഴും അവരുടെ യഥാർത്ഥ രൂപത്തെ കാണുന്നു. യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. സമ്പൂർണ്ണ പവിത്രമായി മാറി ഫസ്റ്റ് ക്ലാസ് അഥവാ എയർ കണ്ടീഷൻ ടിക്കറ്റിന്റെ അധികാരിയായി മാറുന്നു. പരമാത്മാവിന്റെ ആശീർവാദങ്ങളാൽ എൻ്റെ സഞ്ചി നിറക്കുകയാണെങ്കിൽ മായ സമീപത്തേക്ക് പോലും വരില്ല. ബാബ തന്നിരിക്കുന്ന അവ്യക്ത സൂചനയാണ്. ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായി ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഓം ശാന്തി.